കാൽവറി കുന്നിലെ 3 കുരിശുകൾ നാം കാണുകയാണ്. മധ്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന കുരിശും ഇരുവശങ്ങളുമായി മറ്റ് 2 കുരിശുകളും. ജീവൻ നൽകുന്ന കുരിശിനോടൊപ്പം അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മറ്റൊരു കുരിശും, പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും മറ്റൊരു കുരിശും അവിടെ കാണാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന വസ്തുത, കുരിശ് എന്ന കേവല ആകൃതി കൊണ്ടല്ല, മറിച്ച് കുരിശിൻ്റെ സന്ദേശം കൊണ്ടാണ് കുരിശിൻ്റെ വിലയെ നാം കണക്കാക്കേണ്ടത് എന്നാണ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, കുരിശിൻ്റെ ആകൃതി കൊണ്ടല്ല, മറിച്ച് കുരിശ് തരുന്ന ദൂത്, കുരിശ് തരുന്ന സന്ദേശം, അതാണ് കുരിശിനെ മാഹാത്മ്യമുള്ളതാക്കി തീർക്കുന്നത്. രക്ഷയുടെ കുരിശും അനുതാപത്തിൻ്റെ കുരിശും നിന്ദയുടെയും ആക്ഷേപത്തിൻ്റെയും കുരിശും ഗോകുൽത്തായിൽ ഒരുമിച്ചാണ് ഉയർന്നത് എന്നും നാം ഓർക്കുന്നത് നല്ലതാണ്. മധ്യത്തിലുള്ള ഈ കുരിശിനെ പിറകിലും മുമ്പിലും നിന്ന് ഒന്ന് കാണുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിറകിൽ നിന്ന് കാണുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഈ കുരിശ്, മധ്യത്തിലെ കുരിശ് രൂപീകരിക്കുവാനായിട്ട് ഏറ്റവും അധ്വാനിച്ചത് ആരാണ്? ഒരു പക്ഷേ നമ്മുടെ തോന്നൽ ഏതെങ്കിലും ആശാരിമാർ ആ കുരിശുണ്ടാക്കിയെടുത്തു എന്നായിരിക്കാം. ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ആ കുരിശ് പണിതത് ആ നാട്ടിലെ ഏതെങ്കിലും ഒരാശാരിയായിരിക്കാം. എന്നാൽ ആ കുരിശ് തരുന്ന ദൂത് ഗൗരവമായിട്ടെടുക്കുകയാണെങ്കിൽ ആ കുരിശിൻ്റെ നിർമ്മാതാവ് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരും തന്നെയല്ല. അതുകൊണ്ടാണ് കുരിശിൻ്റെ പിറകിലേക്ക് മാറി നിന്നുകൊണ്ട് കുരിശിനെ വീക്ഷിക്കാം എന്ന് പറയുവാൻ ആഗ്രഹിച്ചത്. ആ കുരിശ് അവൻ ഇന്നലെ അല്ല പണിയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ സ്ലീഹന്മാരെ കൂട്ടിച്ചേർത്തതിന് ശേഷമല്ല അവൻ പണിയാൻ തുടങ്ങിയത്. ആ കുരിശ് അവൻ പണിയാൻ തുടങ്ങിയത് ജഡധാരണം ചെയ്യുവാൻ പിതാവിൻ്റെ മാർവിടത്തിൽ നിന്ന് അവൻ ഉദിച്ച അനാദിയായ ആ നാളിൽ ഈ കുരിശിൻ്റെ നിർമ്മാണം തുടങ്ങി എന്നതാണ് സത്യം. അത് മനോഹരമായിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ പിതാവിനോടുള്ള മഹത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസവേഷമുണ്ട് കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ അവൻ തയ്യാറായി. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഈ മധ്യത്തിലെ കുരിശിൻ്റെ നിർമ്മാണം എന്ന് തുടങ്ങി, അത് അവൻ തൻ്റെ പിതാവിൻ്റെ മാർവിടത്തിൽ ഉയർന്ന ആ നിമിഷം തൊട്ട് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തയ്യാറെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ സുനിലച്ചനോട് വായിച്ച സെദറായിലെ ഒരു വാക്യം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. ആദമേ ആദമേ നീ എവിടെ എന്ന് ആദ്യ മനുഷ്യൻ ആരാണ്? യഹോവയുടെ തേജസ്സും സ്വരൂപവും ഉള്ളവനാണ്. ദൈവത്തിൻ്റെ തേജസ്, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ഇമേജ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും അണിഞ്ഞവനാണ് ആദ്യ മനുഷ്യൻ. അവനോട് ചോദിക്കുന്നു, അതായത് അക്ഷരാർത്ഥത്തിൽ ഒരു മകനേക്കാൾ വാത്സല്യവും സ്നേഹമായിരുന്നു പിതാവ് യഹോവയായ ദൈവത്തിന് ആദമിനോട്. അവനോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? ആദമേ ആദമേ. ഉത്തരം കിട്ടി, ഞാൻ വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. അതെന്താ കാരണം? ഞാൻ നഗ്നനാണ് എന്നവൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ ആരും കാണാതെ, ലോകത്ത് മറ്റ് മനുഷ്യരില്ല, അവനും അവൻ്റെ ഭാര്യയുമല്ലാതെ വേറെ ആരും ഇല്ലെങ്കിൽ പോലും അവൻ നഗ്നനായതുകൊണ്ട് മരത്തിൻ്റെ
പിറകിൽ ഒളിച്ചുവെങ്കിൽ ഇവിടെ ഇതാ കാൽവറിയിൽ സർവ്വലോകവും കാണുമാറ് നഗ്നനായി ദൈവപുത്രൻ കിടക്കുകയാണ്. ആദ്യത്തേത് ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യനായിരുന്നുവെങ്കിൽ ഈ കാൽവറി കുന്നിലെ മധ്യത്തിലെ കുരിശിൽ കിടക്കുന്നതോ സാരാംശത്തിൽ തന്നോട് സമനായിരിക്കുന്ന, അനാദിയായി തന്നിൽ നിന്ന് ഉദിച്ച സർവശക്തനായ ദൈവം നമ്പരാൻ മനുഷ്യവേഷം ധരിച്ചവൻ നഗ്നനായിട്ട് കിടക്കുകയാണ്. ആദമിനോട് നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഗ്നനാണെന്ന് ഉത്തരം കിട്ടിയെങ്കിൽ ഇവിടെ ഈ ക്രൂശിൽ അവൻ എല്ലാവരും കാണുക നഗ്നനായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ ക്രൂശ് അവൻ എന്നേ പണിയാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ക്രൂശ് പണിയാൻ തുടങ്ങിയിരുന്നു. ആദമിൻ്റെ വീഴ്ചയുടെ നാൾ മുതൽ, ആദമിൻ്റെ വീഴ്ചയുടെ, ആദ്യ മനുഷ്യൻ്റെ വീഴ്ചയുടെ നാൾ മുതൽ ദൈവപുത്രൻ തൻ്റെ കുരിശിൻ്റെ പണി തുടങ്ങിയിരുന്നു. ആ ക്രൂശിൻ്റെ പൂർത്തീകരണവും ആ ക്രൂശിൻ്റെ ആഘോഷവുമാണ് യഥാർത്ഥത്തിൽ കാൽവറി കുന്നിൽ നടമാടിയത്. ആ ക്രൂശിൻ്റെ ആഘോഷം നിങ്ങൾക്കറിയാം. നമ്മുടെ ആരാധനയിൽ എല്ലാ മാറാനായ പെരുന്നാളുകളിലും സ്ലീബ ആഘോഷത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. അത് ദനഹായിലാണെങ്കിലും എൽദോ പെരുന്നാളിലാണെങ്കിലും ഉഷാനയിലാണെങ്കിലും ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിലും ഈസ്റ്ററിനാണെങ്കിലും എല്ലാ മാറാനായ ദിവസങ്ങളിലും ക്രൂശിൻ്റെ ആഘോഷം, സ്ലീബ ആഘോഷമുണ്ട്. കാരണം എന്താണ്? മനുഷ്യൻ്റെ വീഴ്ചയുടെ നിമിഷം തുടങ്ങി അവൻ പണിയാൻ തുടങ്ങിയ കുരിശിൻ്റെ മഹത്തായ ആഘോഷം നടന്നത് കാൽവറി കുന്നിലാണ്. ആ മഹത്തായ കാൽവറി കുന്നിലെ കുരിശിൻ്റെ ആഘോഷത്തിൻ്റെ തേജസ്സിൽ, ആ കുരിശിൽ നിന്ന് അങ്ങനെ വിതറിയ വെളിച്ചത്തിൻ്റെ അതുല്യമായ ശോഭയിൽ സൂര്യൻ ഇരുണ്ടുപോയി, ചന്ദ്രൻ ഇരുണ്ടുപോയി. കാരണം എന്താണ്? 1000 സൂര്യഗോളങ്ങൾ ഉദിച്ചുയർന്നാലും ലഭ്യമാകുന്ന പ്രകാശത്തേക്കാൾ, വെളിച്ചത്തേക്കാൾ അതിശ്രേഷ്ഠമായ ദിവ്യ പ്രകാശം കൊണ്ട് അന്തരീക്ഷം നിറയുകയാണ്. അവിടെ കേവലം സൂര്യൻ, ചന്ദ്രൻ മിന്നാമിനുങ്ങിനേക്കാൾ നിസ്സാരമായി. അതുകൊണ്ട് സൂര്യൻ ഇരുണ്ടു എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം, പ്രഭ അത് ഇല്ലാതെയായി. കാര്യം എന്താണ്? വെളിച്ചത്തിൻ്റെ മഹോത്സവവും വെളിച്ചത്തിൻ്റെ മഹാ ആഘോഷവും കാൽവറി കുന്നിൽ നടമാടുകയാണ്. അതിൻ്റെ കാരണം ആ കുരിശിൻ്റെ നിർമ്മാണം മനുഷ്യൻ്റെ വീഴ്ചയുടെ അന്നു മുതൽ ദൈവപുത്രൻ തുടങ്ങിയതാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള യാത്രയിൽ മനുഷ്യാവതാരം തൊട്ട് ഓരോ സന്ദർഭം നോക്കിയാൽ അവൻ ആ കുരിശ് കുറേശ്ശെയായിട്ട് ചുമക്കുവാൻ തുടങ്ങി. ജനിച്ചു വീണ നാളിൽ ഒരു മെത്തയിൽ കിടക്കുവാനുള്ള ഭാഗ്യം അവന് കിട്ടിയില്ല. അവന് കിട്ടിയത് കല്ലിടാവിലാണ്. ഒരു കൽഗുഹയിൽ ഒരു പൊടിക്കുഞ്ഞ് ജനിച്ചു വീണാൽ അതേൽക്കേണ്ടി വരുന്ന വേദന എത്രയാണ്! അത് സഹിക്കാൻ വയ്യാതായപ്പോഴാണ് തൻ്റെ മാതാവ് അവളുടെ വസ്ത്രത്തിൽ നിന്നും കുറച്ച് കഷണങ്ങൾ മുറിച്ചെടുത്ത്, അതുകൊണ്ടാണ് നമ്മുടെ സുറിയാനി വേദപുസ്തകത്തിൽ പെഷിറ്റായിൽ കീറത്തുണികൾ എന്നെഴുതിയിരിക്കുന്നത്, കീറ്റുശീലയിൽ എന്നെഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കന്യകയുടെ വസ്ത്രത്തിൽ നിന്ന് കുറച്ച് കീറിയെടുത്ത് ആ കീറ്റുശീലയിലാണ് ഇവന് പൊതിയേണ്ടി വന്നത്. ഇന്ന് നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കുട്ടിക്കുപ്പായത്തിനുള്ള സമ്മാനങ്ങളൊക്കെ ധാരാളം ശേഖരിച്ച് വെക്കുന്ന ശൈലിയിലേക്ക് നമ്മളൊക്കെ മാറിയില്ലേ? പക്ഷേ അന്ന് ദൈവപുത്രൻ അവൻ ജനിച്ചു വീണപ്പോൾ അവൻ കല്ലിടാവിലെ കല്ലിൻ്റെ മുനകളിൽ തൊട്ട് അവൻ്റെ ശരീരത്തിൽ തീവ്രമായ വേദന ഏൽക്കുകയായിരുന്നു. ആദ്യമായിട്ട് അവൻ്റെ ശരീരത്തിൽ പതിഞ്ഞ ആണികൾ അതാണ്. അവൻ്റെ ശരീരത്തിൽ പതിഞ്ഞ കൊച്ചാണികൾ
ഈ കൽക്കിടാവിലെ കൽത്തളത്തിലെ അല്ലെങ്കിൽ കല്ലിലാവിലെ ആ കല്ലുകളിലെ കൂർത്ത മുന്നകളായിരുന്നു. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം നടന്നതോ കാൽവറിയിലെ ക്രൂശിൽ തൻ്റെ കൈകളിൽ കാലുകളിൽ ക്രൂരമായി വലിയ ആണികൾ പടയാളികൾ അടിച്ചിറക്കിയപ്പോൾ കല്ലിടാവിൽ അവനേറ്റ കൊച്ച ആണികളുടെ വേദനയുടെ ആഘോഷം കാൽവറി ക്രൂശിൽ നടമാടി. വീണ്ടും അവൻ്റെ ജീവിതയാത്ര നോക്കിയാൽ വീണ്ടും അവൻ കുരിശ് വഹിക്കുകയായിരുന്നു. ജനിച്ചു വീണ് അധികം വൈകാതെ തന്നെ സ്വന്തം ദേശത്ത് നിന്ന് ഒരു പൊടിക്കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മാറോട് ചേർന്ന് അണഞ്ഞ് ഒരു അന്യദേശത്തിലേക്ക് മിസ്രയീം ദേശത്തേക്ക് പോയി പരദേശിയായിട്ട് പാർക്കുകയാണ്, ഒളിച്ചു പാർക്കുകയാണ്. ഒരു ശിശു പൈതൽ അതിൻ്റെ ജനനകാലത്ത് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം കിട്ടാതെ പോയാൽ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വം എന്തായിരിക്കും എന്നൊക്കെ ഇന്ന് ചൈൽഡ് സൈക്കോളജി പഠിച്ച ആളുകളൊക്കെ പറയാറുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ലഭിക്കേണ്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ലഭിച്ചെങ്കിലേ അവരുടെ വ്യക്തിത്വ വികാസം ശരിയാവുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ ശിശു മിസ്രയീം നാട്ടിൽ ഒളിച്ചു പാർക്കുകയാണ്. അവൻ്റെ മാതാവിന് അവനെ പരസ്യമായിട്ട് എങ്ങും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ അവനുണ്ടെന്നറിഞ്ഞാൽ അവനെ കൊല്ലുവാൻ പടയാളികൾ ഓടിയെത്തും. പടയാളികളെ ഭയന്ന് ആ ക്രൂശ് മിസ്രയീം നാട്ടിൽ അവൻ വഹിച്ചുവെങ്കിൽ ഇവിടെ ഇതാ പടയാളികൾ പിടികൂടി കാൽവറിയിലെ ക്രൂശിൽ അവനെ കുരിശിച്ച് ആണികൾ തറച്ച് കുരിശിച്ച് കൊല്ലുകയാണ്. അവൻ തുടങ്ങി അവൻ്റെ ക്രൂശിൻ്റെ നിർമ്മാണം എത്രയോ നാളുകൾക്ക് മുമ്പ്. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം അവൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ നോക്കിയാൽ അവൻ്റെ കുരിശ് പണിയുകയായിരുന്നു. തൻ്റെ കുരിശ് പണിഞ്ഞത് അവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വല്ലപ്പോഴുമൊക്കെ ക്രൂശിൻ്റെ പിറകിൽ നിന്ന് ക്രൂശിനെ കാണാനായിട്ട് ശ്രമിക്കണം. ക്രൂശിൻ്റെ പിറകിൽ നിന്ന് ക്രൂശിനെ കാണാൻ ശ്രമിക്കണം. അവൻ ആദ്യ മനുഷ്യൻ്റെ ലംഘനം തുടങ്ങി അവന് ക്രൂശ് അവൻ തന്നെ പണിയുകയായിരുന്നു. എന്നാൽ അവൻ പണിതീർത്ത കുരിശിൻ്റെ ദിവ്യമായ ആഘോഷമോ അത് കാൽവറിയിലെ കുന്നിലായിരുന്നു എന്നതാണ് സത്യം. ഇനി നമുക്ക് ഈ ക്രൂശിൻ്റെ മുമ്പിലേക്കൊന്ന് വരാം. ക്രൂശിൻ്റെ മുമ്പിലേക്ക് ഒന്ന് വരാം. ക്രൂശിൽ മരണത്തോട് മല്ലടിച്ച് അവൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. 6 മണി മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്ന് പറഞ്ഞു. സുവിശേഷകർ എഴുതിയിരിക്കുന്നത് സൂര്യൻ ഇരുണ്ടുപോയി എന്നാണെങ്കിൽ എൻ്റെ എളിയ ചിന്ത, സൂര്യൻ ഇരുണ്ടുപോയതല്ല. നേരത്തെ പറഞ്ഞതുപോലെ 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശത്തെ ആരാണ് ശ്രദ്ധിക്കുക? അവൻ്റെ ദിവ്യ പ്രകാശത്തെ സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യന് അതിരുട്ടായി. നട്ടുച്ച നേരത്ത് നമ്മളെല്ലാം കാഴ്ചയുള്ളവരാണെങ്കിലും നട്ടുച്ച നേരത്ത് ജ്വലിച്ച് പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാൻ നമുക്ക് സാധിക്കുമോ? ഒന്ന് കണ്ണുയർത്തിയാൽ ഉടനെ കണ്ണടക്കുകയാണ്. മനുഷ്യൻ്റെ സ്ഥിതി ഇതാ. ഒരു സൂര്യൻ്റെ നേരെ നട്ടുച്ചയ്ക്ക് നോക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ കണ്ണുകൾ ഉയർത്തിയാൽ അറിയാതെ കണ്ണടച്ചു പോകുമെങ്കിൽ നമ്മൾ ഇരുട്ടിലാണ്. അപ്പോൾ 1000 സൂര്യഗോളങ്ങളേക്കാൾ പ്രകാശിതനായി കാൽവറിയുടെ മുകളിൽ പ്രകാശത്തിൻ്റെ പുത്രൻ ആഘോഷിക്കപ്പെടുന്ന നേരത്ത് അവൻ്റെ ദിവ്യ പ്രകാശത്തിൽ ഈ ഭൂമി തന്നെ, ഈ സൃഷ്ടി തന്നെ അന്ധകാരത്തിലായി. കാരണം സൃഷ്ടിക്ക്, മനുഷ്യനുൾപ്പെടുന്ന സൃഷ്ടിക്ക് ഈ ദിവ്യമായ കുരിശിൻ്റെ ശോഭയെ കാണുവാനുള്ള ആന്തരികമായ ശക്തിയില്ല. കാരണം എന്താണ്? അവൻ്റെ ലംഘനത്തിന് വേണ്ടിയാണ്. അവൻ നഗ്നനാണ്, ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവൻ്റെ ലംഘനത്തിന് വേണ്ടിയാണ് ഇവിടെ ഈ കുരിശിൽ അവൻ നഗ്നനായി കിടക്കുന്നത്.
അന്ന് കാണാൻ ലോകത്താരുമുണ്ടായിരുന്നില്ല. അവൻ്റെ ജീവിത സഖിയായ ഹവ്വായല്ലാതെ. ഇന്ന് അങ്ങനെയല്ല. അവൻ പോകുന്ന ഇടങ്ങളിൽ, അവനെ കുരിശിച്ചിടത്തൊക്കെ നാനാ ദേശക്കാരായ ആളുകൾ യാത്ര ചെയ്യുന്ന ദേശമാണ്. അതുകൊണ്ട് തന്നെ നഗ്നനായി കിടക്കുന്ന ഈ പുരുഷനെ കണ്ടിട്ട് എല്ലാവരും അവഹേളിക്കുകയാണ്, കാർക്കിച്ച് തുപ്പുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ദിവ്യശോഭയുടെ ആന്തരികമായ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ മനുഷ്യർ അന്ധരാണ്. ഭൂമിയിൽ അന്ധത ബാധിച്ചു, അന്ധകാരം പെരുകി എന്നവർ കരുതി. പക്ഷേ അവിടെ അന്ധകാരം പെരുകുകയായിരുന്നില്ല. സൃഷ്ടിക്ക് ദർശിക്കുവാൻ സാധ്യമല്ലാത്ത നിലയിലുള്ള പ്രകാശത്തിൻ്റെ വീജികൾ, പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ലോകത്തെല്ലാം വിതറിയതുകൊണ്ട് അതിനെ കാണുവാൻ സൃഷ്ടിപരമായ ഈ കൊച്ചു കണ്ണുകൾക്ക് കാണാതെ പോയി. നട്ടുച്ച നേരത്ത് സൂര്യനെ കാണുവാൻ നമ്മുടെ നേത്രങ്ങൾക്ക് കഴിയാത്തതുപോലെ കുരിശിൻ്റെ മുൻപിൽ നിന്ന് വീണ്ടും നോക്കിയാൽ കാണുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ വായിച്ചു കേട്ട എവൻഗേലിയൻ ഭാഗത്ത് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്ത വളരെ ഭംഗിയായി പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ക്രൂശിൽ കിടക്കുന്ന ഇവനെ കണ്ടിട്ട് കാണാൻ വന്ന പുരുഷാരം മാറത്തടിച്ച് തിരിച്ചുപോയി. യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ദേശവാസികളും അല്ലാത്തവരുമായിട്ട് കുറേയേറെ ആളുകൾ, പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്നായിട്ട് വന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നസറേത്തുകാരനെ കുരിശിക്കുവാൻ കൊണ്ടുപോകുന്നത് കണ്ടു. അവനെ കുരിശിച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ കൂടി വന്ന ജനം, അതിനപ്പുറം അവർക്കില്ല. അവരുടെ ലക്ഷ്യം ഇതൊന്ന് കാണണം. ഒരു മനുഷ്യനെ കയ്യിൽ കാലിരുമ്പ് ആണിയടിച്ച്, കാലിലും ആണിയടിച്ച് കുരിശിക്കുന്നതൊന്ന് കാണണം. ആ കുരിശ് പൊക്കി അവൻ വേദനിച്ച് പൊളയുന്നത് ഒന്ന് കാണണം. കാണാൻ ആഗ്രഹിച്ച ജനം മാറത്തടിച്ച് അവരവരുടെ വഴിക്ക് പോയി. പല സന്ദർഭങ്ങളിലും പലരുടെയും കുരിശുകൾ കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആറ്റിറ്റ്യൂഡ് ഇതാണ്. പലരുടെയും കുരിശുകൾ കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. കാണാൻ ചെല്ലും, കുരിശിനെ കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ കഷ്ടമായി പോയി തിരികെ പോവുകയാണ്. ശരിയല്ലേ? കുരിശിനോടുള്ള സമീപനം എങ്ങനെ വേണം? കാണാൻ കൂടി വന്ന പുരുഷാരം മാറത്തടിച്ച് മടങ്ങിപ്പോയി. നമ്മിൽ അനേകരെ പോലെ ഇന്നും ആവർത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യം, മറ്റുള്ളവരുടെ കുരിശ് കാണുമ്പോൾ, മറ്റുള്ളവർ ക്രൂശിതരാകുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരായിട്ട് കുരിശിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിൽ സന്തോഷിച്ച് അതൊന്ന് ഫോർവേഡ് ചെയ്ത് ആരുടെ എല്ലാം കയ്യിലെത്തിക്കാൻ സാധിക്കുമോ അതിൻ്റെ സത്യാസത്യങ്ങളൊന്നും നോക്കാതെ അതെല്ലാം ഫോർവേഡ് ചെയ്ത് ഈ കുരിശിച്ചവനെ വീണ്ടും വീണ്ടും ആണിയടിക്കുവാനായിട്ട് കൂടി വരുന്ന സമൂഹമായിട്ട് നമ്മൾ മാറുന്നില്ലേ? ക്രൂശിനോടുള്ള ആറ്റിറ്റ്യൂഡ്. കാണാൻ കൂടി വന്ന പുരുഷാരം മാറത്തടിച്ച് മടങ്ങിപ്പോയി. ഇന്ന് പറയുകയാണെങ്കിൽ കാണാൻ വന്ന പുരുഷാരം കാണുക മാത്രമല്ല 10 പേരെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഇത് കാണിച്ചു കൊടുത്തു എന്നുകൂടെ എഴുതേണ്ടതായിട്ട് വരും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, അവൻ്റെ കൂടെ വന്ന സ്ത്രീകളും അവൻ്റെ ശിഷ്യന്മാരുമാണ്. അവർക്ക് പ്രത്യേകതയുണ്ട്. അവൻ്റെ കൂടെ വന്ന സ്ത്രീകളും അവൻ്റെ ശിഷ്യന്മാരും എന്ന് പറയുന്നത് 2-3 വർഷമായിട്ട് അവനോടുകൂടെ യാത്ര ചെയ്ത ആളുകളാണ്. അവൻ ചെയ്ത ഒരുപാട് അടയാളങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒന്നും ലഭിക്കാത്ത സ്ഥലത്ത് ഭക്ഷണം കൊടുത്തത് അവർ കണ്ടിട്ടുണ്ട്. അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തത് അവൻ കണ്ടിട്ടുണ്ട്. മരിച്ചവർക്ക് ജീവൻ കൊടുത്തത് അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാൻ വന്ന പുരുഷാരത്തേക്കാൾ കൂടുതൽ യേശു തമ്പുരാനോട് ചേർന്ന് നിന്നിട്ടുള്ള, യേശു ആരാണെന്ന് അറിയാവുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരാണ് അവനോട് കൂടെ വന്ന ആളുകൾ. അവരെന്താ ചെയ്തത്? അവർ ദൂരെ മാറി നിന്നു. മറ്റവർ മടങ്ങിപ്പോയി.
ഇവർ ദൂരെ മാറി നിന്നു. കുറച്ചു നേരം ഇവിടെ നിൽക്കാം, വല്ലതും സംഭവിക്കുമോ, ഇവൻ കുരിശും പൊട്ടിച്ച് താഴെ വരുമോ, ഇവൻ കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ, ദൈവം ഇവനെ രക്ഷിച്ച് കൊണ്ടുപോകുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ദുഃഖവും വേദനയും കൊണ്ടുമായിരിക്കാം. ഏതായാലും അവർ കുരിശിൽ നിന്ന് ഒരു പ്രത്യേക ദൂരം അകന്നു നിൽക്കാനായിട്ട് ശ്രദ്ധിച്ചു. നമ്മിൽ അനേകരെ പോലെ നമ്മളുമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ ക്രൂശിൽ നിന്ന് അല്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട്. ഞാനെന്തിനാ വെറുതെ തലയിടുന്നേ, എന്നെക്കൂടി ഈ നാട്ടുകാർ ചീത്ത വിളിക്കും. അത് സത്യമൊക്കെയാണ്, പക്ഷേ ഞാനിപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല. മറ്റുള്ളവൻ്റെ കുരിശിനോട് കൗണ്ടർ ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ കുരിശിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആ കുരിശിൻ യാഥാർത്ഥ്യമാണ് അവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ ശ്രമിക്കാതെ അറിവുള്ളവർ, അവനെ അറിയാവുന്നവർ ദൂരെ മാറി നിന്നു. മൂന്നാമത് ഒരു വ്യക്തിയെക്കുറിച്ച് ലൂക്കോസ് എവൻഗലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതാരാണ്? ഇവനെ ക്രൂശിക്കാൻ വന്ന പടയാളികളുടെ അധിപനാണ്, ശതാധിപൻ. ശതാധിപൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു കൂട്ടം ആളുകളുടെ ഒരു ശതം പടയാളികളുടെ, ശതം എന്ന് പറഞ്ഞാൽ 100 100 പടയാളികളുടെ തലവനെയാണ് ശതാധിപൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 100 റോമ പടയാളികളെ വിന്യസിച്ചിരുന്നു ഇവനെ പിടിച്ചുകൊണ്ടുവന്ന് കുരിശിക്കാനായിട്ട്. അവരുടെ സംഘ നേതാവാണ് ഈ ശതാധിപൻ. അയാൾ ഇസ്രായേൽക്കാരനൊന്നുമല്ല, യഹൂദനല്ല, അയാൾ റോമാക്കാരനാണ്, അന്യദേശക്കാരനാണ്. പക്ഷേ അയാൾ ഇതൊക്കെ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? അവനെ ക്രൂശിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താ? ആദ്യത്തെ അവൻ്റെ വാക്കെന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത്, ഈ ഭൂമി ഇരുണ്ടുപോയി, ദേവാലയത്തിൽ തിരശ്ശീല കീറി, പാറകൾ പിളരുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, ഈ പുറജാതിക്കാരൻ പറയുകയാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. കുരിശിനോടുള്ള ഏറ്റവും നല്ല സമീപനങ്ങളിൽ ഒന്ന്, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. എപ്പോഴൊക്കെ കുരിശ് കാണുമ്പോൾ ആ കുരിശിൻ്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണെന്നുള്ള ബോധ്യം നമ്മുടെ അന്തരംഗത്തിൽ ഉടലെടുക്കുമോ, അപ്പോൾ നമ്മൾ വിജയിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുരിശിൻ്റെ ആകൃതിയല്ല, കുരിശ് തരുന്ന സന്ദേശമാണ്, കുരിശുളവാക്കുന്ന വികാരങ്ങളാണ് കുരിശിൻ്റെ ശ്രേഷ്ഠതയെ നിർണയിക്കുന്നത്. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. ഈ ശതാധിപൻ്റെ സാക്ഷ്യം അതാണ്. വീണ്ടും നമുക്ക് നോക്കാം, അവനിലേക്ക് തന്നെ, കൽവറിയിൽ കിടക്കുന്ന ആ പടയാളിയിലേക്ക് തന്നെ. ഏത് പടയാളി? മാനസാന്തരത്തിൻ്റെ കുരിശിൽ കിടന്നവൻ. അദ്ദേഹം പറയുന്നു, യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ പാപിയായ എന്നെ കൂടെ ഓർക്കണമേ. തന്നെയല്ല, അവൻ ആദ്യം പറയുന്നൊരു വാക്കുണ്ട് അവൻ്റെ കൂട്ടുകാരനോട്, സ്നേഹിത, നമുക്ക് അർഹമായത് നമുക്ക് കിട്ടി, നമ്മൾ ചെയ്ത കുറ്റം കൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ നമുക്ക് കിട്ടിയത്. അതൊരു വലിയ തിരിച്ചറിവാണ്. അതാണ് അനുതാപം. അവൻ്റെ ശിക്ഷയിൽ പിറുവിറുക്കുകയല്ല, അവനർഹിക്കുന്ന ശിക്ഷ അവന് കിട്ടി എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ മാനസാന്തരത്തിൻ്റെ തെളിവാണ്, പശ്ചാത്താപത്തിൻ്റെ തെളിവാണ്. ക്രൂശ് നമ്മിൽ ഉളവാക്കേണ്ടത് ഈ മാനസാന്തരമാണ്, ഈ പശ്ചാത്താപമാണ്. അപ്പോഴേ ക്രൂശിന് അർത്ഥമുണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. വീണ്ടും കാൽവറിയിലെ ക്രൂശിൽ, മധ്യത്തിലുള്ള കുരിശിൽ ആ യേശുവിനെ ഒന്ന് നോക്കുക. അവൻ വേദന പൂണ്ട് കിടക്കുകയാണ്, ദാഹിച്ച് വിശന്ന് തളർന്നു കിടക്കുകയാണ്. എങ്കിലും ആ ക്രൂശ് അവന് കൊടുത്ത ശക്തി എന്താണ്? ക്ഷമിക്കുവാനുള്ള ശക്തി. അയ്യോ, എനിക്കറിഞ്ഞുകൂടാ. ഒരാൾ നമ്മുടെ നേരെ ഒന്ന് കയർത്താൽ, ഒരാൾ നമ്മെ ഒന്ന് വിമർശിച്ചാൽ, നമുക്കൊക്കെ പ്രതികാര ബുദ്ധി ഉണ്ടാകുന്നിടത്ത്
ഇവിടെ ആ നടുക്കുള്ള കുരിശിൽ കിടക്കുന്നവൻ, ക്ഷീണിതനും വിശപ്പുള്ളവനും തളർന്ന് അവശനുമായി കിടക്കുന്നവൻ ആ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ചുരുക്കത്തിൽ മധ്യത്തിലെ ക്രൂശിൻ്റെ വില നിർണയിക്കപ്പെട്ടത് ആ നേരത്താണ്. ക്രൂശിൻ്റെ നടുവിൽ, ക്രൂശിൻ്റെ തീവ്രതയിൽ ക്ഷമിക്കുവാനുള്ള മനസ്ഥിതി വളർത്തിയെടുക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മോഹം ഇതാണ്. ഒരു ക്രിസ്ത്യാനി ലോകമെല്ലായിടത്തും പോയിട്ട് പ്രസംഗിക്കണമെന്നല്ല, 1000 തവണ ആരാധിക്കുന്നതിലുമല്ല, മറിച്ച് ഒരു തവണ കുരിശിൻ്റെ അനുഭവത്തിൽ ക്ഷമിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അവിടെയാണ് കാൽവറി ക്രൂശ് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കി തീർക്കുന്നത്. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കുരിശിൻ്റെ വേദനയുടെ നെറുകയിൽ കിടക്കുമ്പോൾ അവൻ്റെ കൺസേൺ അവൻ്റെ ക്ഷീണത്തെക്കുറിച്ചല്ല, അവൻ്റെ രോഗത്തെക്കുറിച്ച്, അവൻ്റെ മുറിവുകളെക്കുറിച്ചല്ല, അവൻ്റെ തലയിലിരിക്കുന്ന മുൾക്കിരീടം കൊടുക്കുന്ന വേദനയല്ല, രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നതിനെക്കുറിച്ചല്ല. അവൻ്റെ ചിന്ത എന്താണ്? അവൻ്റെ കുരിശിനെ കെട്ടിപ്പിടിച്ച ഒരാളിരിക്കുന്നുണ്ട്. ആ കുരിശിൽ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയുന്ന അവൻ്റെ അമ്മയുണ്ട്. ആ അമ്മ ഇടമുറിയാതെ കരയുകയാണ്. സത്യത്തിൽ ആ അമ്മ എത്ര നാളായിട്ട് സഹിക്കുകയാണ്. അവനെ ഗർഭം ധരിച്ച നിമിഷം തൊട്ട് കന്യകയായ അവൾ ലോകത്തിൻ്റെ മുമ്പാകെ മുഴുവൻ അപമാനവും ഏറ്റുകൊണ്ട് ഗർഭവതിയാകാൻ സമ്മതിച്ച നിമിഷം തൊട്ട് അവൾ കണ്ണുനീരേ കുടിച്ചിട്ടുള്ളൂ. ശീമാൻ പറഞ്ഞു, ഒരു വാള് നിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകും. പക്ഷേ നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ 1000 അസ്ത്രങ്ങളാണ് അവളുടെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. 1000 അസ്ത്രങ്ങൾ അവളുടെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ അടിയേറ്റ് കുരിശും ചുവന്ന് നടന്നു വരുമ്പോൾ ആ അമ്മയെ ആ കാഴ്ചയെല്ലാം കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മക്കളെ ഒരാൾ കൊച്ചു വടിയെടുത്ത് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരം എത്ര വലുതാണ്. പക്ഷേ ഈ അമ്മ കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും വിട്ടുപോയെങ്കിലും അവൾ മാത്രം പോയില്ല. അവൾ ആ കുരിശിൽ കെട്ടിപ്പിടിച്ച് മുകളിലേക്ക് നോക്കി കണ്ണുനീരൊഴുക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ കാൽവറിയിൽ നിന്ന് രക്തത്തുള്ളികൾ ആ അമ്മയ്ക്ക് അവന് കൊടുക്കാൻ അതേ ഉള്ളൂ. മറ്റൊന്നും കൊടുത്തിട്ടില്ല അവൻ ഇതുവരെ. അവസാനമായിട്ട് അവൻ കൊടുക്കുകയാണ് കുറേ രക്തത്തുള്ളികൾ. ആ രക്തത്തുള്ളികൾ അവൾ കൈകളിൽ എന്തുന്നുണ്ട്, അവിടെ മുഖത്ത് പതിക്കുന്നുണ്ട്. അവൾ അതെല്ലാം രക്തം പോലെ കൈകളിൽ എന്തുകയാണ്. ഇത് കണ്ട് അവൻ്റെ വലിയ ഉത്തരവാദിത്വം ഓർക്കുകയാണ്. എന്താ കാരണം? അവൻ്റെ വളർത്തുപിതാവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പിന്നെ അവൻ വളർന്നത് അവൻ്റെ മാതാവിൻ്റെ കൂടെയാണ്. എപ്പോഴും മാതാവ് അവൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇനി ആരാണ് അവൾക്കുള്ളത്? ഏതൊരു മകൻ്റെയും വേദനയാണ്. ഞാനില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ആരുണ്ട്? ഇന്ന് പക്ഷേ ആ ചിന്ത പോയി. മാതാപിതാക്കളെ, അമ്മമാരെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിക്കുന്ന മക്കളുടെ എണ്ണം എത്രയോ കുറഞ്ഞു പോയി. എത്രയോ അമ്മമാർ, എത്രയോ അപ്പന്മാർ അനാഥരെ പോലെ തങ്ങളുടെ ജീവിതം നയിക്കുന്നുണ്ട്. ഇവിടെ അവനും ഇതൊന്നും പറയാതെ പോകാമായിരുന്നു. പക്ഷേ അവൻ അവസാനമായിട്ട് ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ്. യോഹന്നാൻ അവൻ ഏറ്റവും സ്നേഹിച്ച കുഞ്ഞനിയനാണവൻ. യോഹന്നാൻ യേശുവിൻ്റെ കൂടെ വരുമ്പോൾ 18 വയസ്സാണ് അവൻ്റെ പ്രായം. പത്രോസോ യേശുവിനേക്കാൾ ഒരുപാട് പ്രായമുള്ളയാളാണ്. അങ്ങനെ കൂട്ടത്തിൽ ഏറ്റവും പയ്യനായ യോഹന്നാനോട്
ഒരു കൊച്ചനുജനോടുള്ളതിനേക്കാൾ വാത്സല്യമായിരുന്നു കർത്താവിന്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും യേശുവിൻ്റെ വീട്ടിലാണ് അവനും പാർത്തിരുന്നത്. അതുകൊണ്ടാണ് അവൻ പറയുന്നു യോഹന്നാനോട്, ഇതാ നിൻ്റെ അമ്മ. ഒത്തു നോക്കിക്കേ, മരണത്തോടും മല്ലിടിച്ച് രക്തത്തുള്ളികൾ മുഴുവൻ വാർന്നൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ എൻ്റെ അമ്മയെക്കുറിച്ചാണ്. ലോകത്തിന് വേണ്ടി ആദ്യം യാചിച്ചു, ഇവരോടെല്ലാം ക്ഷമിക്കണേ, ഇവർക്കിതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അവൻ്റെ അമ്മയോട് പറയുന്നു, യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ നിൻ്റെ അമ്മ ഇനി ഇവളാണ്. അമ്മയോട് പറയുന്നു, അമ്മേ നിൻ്റെ പുത്രൻ ഇതാ നിൻ്റെ കൂടെ ഉണ്ട്. ആ വലിയ ഉത്തരവാദിത്വം അവൻ അതുവരെ അവൻ്റെ അമ്മയെ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നു, പരിചരിച്ചിരുന്നു എന്നതിൻ്റെ നല്ല തെളിവാണ് ഈ അന്ത്യനിമിഷത്തിൽ ആ അമ്മയുടെ ഉത്തരവാദിത്വം യോഹന്നാൻ്റെ കാര്യങ്ങളിൽ കൊടുക്കുന്നത്. അടുത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്, അന്നു മുതൽ അവൻ അവളെ തൻ്റെ ഭവനത്തിൽ ചേർത്തു. മരിക്കുന്നതുവരെ പിന്നീട് യോഹന്നാൻ്റെ സംരക്ഷണയിലായിരുന്നു ആ അമ്മ. സ്നേഹമുള്ളവരെ, ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ, ബന്ധങ്ങൾക്ക് ആഴമുണ്ടാകണമെങ്കിൽ ബന്ധങ്ങൾ കുരിശിൻ്റെ ചുവട്ടിൽ ഉടലെടുക്കണം. കുരിശ് മാല കഴുത്തെ കാണും, ഒരു ചെറിയ കുരിശിട്ടാലായി, അല്ലാതെ കുരിശില്ല നമുക്ക്. ഇന്ന് നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന ആഭരണമായിട്ട് കുരിശ് മാറി. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. കുരിശ് ആഭരണമല്ല, കുരിശ് നമ്മുടെ ആശ്രയമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ആ കുരിശിൻ്റെ ചുവട്ടിൽ ഉടലെടുക്കുന്ന ബന്ധങ്ങൾക്ക് ഒരുപാട് ആഴമുണ്ടായിരുന്നു. ആർക്കും പറിച്ചു കളയുവാൻ സാധ്യമല്ലാത്ത ആഴം. അതാണ് ഇവിടെ കാണുന്നത്. സ്ത്രീയെ നിൻ്റെ മകൻ ഇതാ. യോഹന്നാനോട്, യോഹന്നാനെ നിൻ്റെ അമ്മ ഇതാ. അന്നു മുതൽ അവൻ അവളെ തൻ്റെ ഭവനത്തിൽ ചേർത്തു.